പഠനത്തോടൊപ്പം കലാകായിക രംഗത്തും മാനവേദൻ സ്കൂൾ മാതൃകയാണെന്ന് ആര്യടൻ ഷൗക്കത്ത് MLA. മാനവേദൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ഇന്ന് കേരളത്തിലെ സ്കൂൾ അല്ലെങ്കിൽ സീനിയർ ഫുട്ബോൾ ടീമിലാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുള്ള സ്കൂളിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ പേരേ ഉള്ളൂ, ഗവൺമെന്റ് മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നതാണ്. ജില്ലയിൽ ഏറ്റവും നല്ല സബ് ജില്ലയ്ക്കുള്ള അവാർഡ് ലഭിച്ചു കായികമേളയിൽ ഫുട്ബോളിന്. ആ ഫുട്ബോൾ മത്സരത്തിൽ നിലമ്പൂർ സബ് ജില്ലയെ പ്രതിനിധീകരിച്ചത് ആരെന്ന് ചോദിച്ചാൽ മുഴുവൻ കുട്ടികളും നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ്. അതേസമയം തന്നെ കലോത്സവങ്ങളിലും നിങ്ങൾ ഒട്ടിലും പിറകിലല്ല. ഇപ്പൊ കഴിഞ്ഞ കാലത്തെ പോലെയല്ല. ഒരു കലോത്സവത്തിന് ഒരു കുട്ടിയെ ഒരുക്കിയെടുക്കണമെങ്കിൽ ലക്ഷങ്ങളുടെ 10,000ങ്ങളുടെ ചിലവാണ്. ഒരു വരേണ്യവർഗ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാവുന്ന കോച്ചിങ് പോലെ, പരിശീലനം പോലെ ഒരുപക്ഷെ സാധാരണ കുടുംബത്തിൽ നിന്ന് മാർക്ക് നേടി വരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് വരും. 3000-ലധികം കുട്ടികൾ പഠിക്കുന്ന മാനവേദൻ സ്കൂളിന്റെ വികസനത്തിന് ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പും MLA നൽകി. നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ തോപ്പിൽ അധ്യക്ഷം വഹിച്ചു. മിമിക്രി താരം ബറോസ് മുഖ്യാതിഥിയായിരുന്നു. പ്രിൻസിപ്പൽ അനിൽ പീറ്റർ, VHSC പ്രിൻസിപ്പൽ NV റുഖിയ, ഹെഡ്മാസ്റ്റർ AM അബ്ദുറഹ്മാൻ, PTA പ്രസിഡന്റ് മുജീബ് പാറപ്പുറം, SMC ചെയർമാൻ കോയ കടവത്ത്, MTA പ്രസിഡന്റ് റംസീന തുടങ്ങിയവർ സംസാരിച്ചു. SS Gold, Pure Gold. SS Group, Nilambur.